ഇപ്പോൾ മുണ്ടക്കയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീയുണ്ട്. രക്ഷാപ്രവർത്തകരുടെ കൂടി പ്രത്യേക ശ്രദ്ധയ്ക്ക്. നമസ്കാരം ചേച്ചി, ഒന്ന് പറയാമോ എന്താ അവസ്ഥ? ചേച്ചി കേൾക്കാം. ചേച്ചി പറയാമോ എന്താ അവസ്ഥ? ഇവിടെ കുടുങ്ങി കിടക്കാണ്. ഞങ്ങളൊരു 100 പേരോളം ഉണ്ടാവും ഇവിടെ ട്രിവാല റിസോർട്ടിൽ ഞങ്ങളുള്ളത്. ബാക്കിയുള്ള ഞങ്ങള് ചുറ്റും പോയി കിടക്കാണ്. ചേച്ചിയുടെ വീടിന് കുഴപ്പം സംഭവിച്ചോ എന്തെങ്കിലും? അറിയില്ല, ഞങ്ങള് വീട്ടിലല്ല ഇപ്പൊ ഉള്ളത്. ഇന്നലെ ക്യാമ്പിലേക്ക് വന്നതാണോ? ക്യാമ്പല്ല, അവിടെ ഞങ്ങൾ വീടിന്റെ അടുത്ത് റിസോർട്ട് ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് വന്നതാണ്. എപ്പോഴാണ് റിസോർട്ടിലേക്ക് നിങ്ങൾ കയറിയത്? ഈ ശബ്ദമുണ്ടായ സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നോ? ശബ്ദം വന്നപാട് ഞങ്ങൾ എല്ലാരും ഓടി വന്നതാണ്. ഇപ്പൊ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ചില വീടുകളൊക്കെ ഒലിച്ചുപോയി എന്ന് കേട്ടു. വീടല്ലോ, ഒരുവിധം എല്ലാ വീടുകളും പോയി. റോഡില്ല, വീടുകളൊന്നുമില്ല, ആളുകളൊന്നുമില്ല. ഞങ്ങളിപ്പോ ഇവിടെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. അവിടുന്ന് ആരെങ്കിലും നേരത്തെ ക്യാമ്പിലേക്ക് ഇന്നലെ വൈകുന്നേരം പോയിരുന്നോ? ഇല്ല, ക്യാമ്പൊന്നും ഇല്ല, അവിടെ ക്യാമ്പൊന്നും വന്നിട്ടില്ല. ചേച്ചിയുടെ ബന്ധുക്കളോ മറ്റ് ബന്ധുക്കളുള്ള വീടുകളോ അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ മറ്റും ലഭിക്കുന്നുണ്ടോ? അവരാരെങ്കിലും ഹോസ്പിറ്റലിലോ മറ്റോ ആണെന്ന്? എല്ലാരും കുറച്ചു പേരൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചു പേര് വേറെ റിസോർട്ടിൽ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. മറ്റൊരു റിസോർട്ടിലുമായിട്ടുണ്ട്. ചേച്ചിയുടെ പേരെന്താണെന്ന് പറയാമോ? എന്റെ പേര് സജന. സജന, ഓക്കെ. സജന ചേച്ചി, നിങ്ങൾ ഇപ്പൊ റിസോർട്ടിൽ ഏകദേശം എത്ര പേരുണ്ടാവും? എത്ര പേരാ ചേച്ചി? 30ഓളം ആളുകളുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഇപ്പോൾ പുറത്തേക്ക് 100 പേരോളം ആ റിസോർട്ടിൽ തന്നെയുണ്ട് അല്ലേ? ആ റിസോർട്ടിന്റെ പേരൊന്ന് പറയാമോ? ഒന്നുകൂടി ഒന്ന് പറയാമോ ചേച്ചി? റിസോർട്ട്. ഓക്കെ, അത് ഇതിൽ നോട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഇപ്പൊ കഴിയില്ല അല്ലേ? പുറത്തോട്ട് വരാനോ ഒന്നും കഴിയില്ലല്ലോ? മാർഗമില്ല, ചുറ്റും പോയി കിടക്കുക. ഓക്കെ, അവിടെ ഇനി മഴ പെയ്യുന്നുണ്ടോ? പെയ്യുന്നുണ്ട്. സുരക്ഷിതമായിട്ട് അവിടെ തന്നെ ഇരിക്കുക. രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് വരും. ആ റിസോർട്ടിന്റെ പേര് ഒന്നുകൂടി ഒന്ന് പറയാമോ? വിവാലി റിസോർട്ട്. അപ്പൊ രക്ഷാപ്രവർത്തകരോട് ശ്രദ്ധിക്കുക. ദീപക്, അവിടെയുള്ള രക്ഷാപ്രവർത്തകരോട്, ഈ മറുകരയിലുള്ള രക്ഷാപ്രവർത്തകരോട് നമുക്ക് പറയാം, ട്രിവാലി എന്ന ഒരു റിസോർട്ടിൽ 100ഓളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ട്രിവാലി റിസോർട്ടിൽ നിന്ന് നമ്മളോട് സജിന പറയുന്നുണ്ട്. അപ്പോൾ അത് രക്ഷാപ്രവർത്തകരോട് പറയാം. കൂടുതൽ ആളുകളുണ്ട്. ഈ സജിന, ആ ഭാഗത്തേക്ക് ഇനി മണ്ണിടിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ടോ ഈ നിങ്ങൾ നിൽക്കുന്ന ട്രിവാലിയിൽ? 5:30 വീണ്ടും മണ്ണിടിഞ്ഞായിരുന്നു, ഉരുൾപൊട്ടി വന്നു. ഇപ്പൊ നിൽക്കുന്നത് സുരക്ഷിതമായ സ്ഥലത്താണോ? കുഴപ്പമില്ലാന്ന് വിചാരിച്ചു, ഒന്നും പറയാൻ പറ്റില്ല. അതിന് മുകൾ ഭാഗത്തോ മലയോ മറ്റോ ഉണ്ടോ? ഓക്കെ, സെന്ററിലാണ് നിൽക്കുന്നത്. ശരി, ഒരു കുന്നിന്റെ മേലെ ഞങ്ങളുള്ളത്. ശരി, ഒന്നും സംഭവിക്കില്ല, സുരക്ഷിതമായിരിക്കും. അല്പസമയത്തുള്ളിൽ രക്ഷാപ്രവർത്തകർ അവിടെ എത്തും. നിങ്ങൾ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റും. ബന്ധുക്കൾ, കൂടെയുള്ളവരൊക്കെ, നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ സുരക്ഷിതരല്ലേ? സജിന, കേൾക്കാമെങ്കിൽ. സജിനയുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ സുരക്ഷിതരാണല്ലോ അല്ലേ? സജിനയാണ് നമുക്കൊപ്പം ചേർന്നത്. മുണ്ടക്കൈ ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയ നിരവധി ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സജിനയ്ക്കൊപ്പം 100ഓളം ആളുകളാണ് ട്രിവാലി റിസോർട്ടിലുള്ളത്. മറ്റൊരു റിസോർട്ടിലും 30ഓളം ആളുകൾ ഉണ്ട് എന്നാണ് സജിന നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്നത്. രക്ഷാപ്രവർത്തകരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്. ദീപക്, ഈ വിവരം നമുക്ക് ചാലിയാറിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന രക്ഷാപ്രവർത്തകരെ അറിയിക്കേണ്ടതുണ്ട്. ട്രിവാലി റിസോർട്ടിൽ 100ഓളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. അതൊരു മലയടിവാരത്തിലുള്ള, മലയുടെ നടുക്കുള്ളൊരു പ്രദേശമാണ്. തീർച്ചയായിട്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത ആ ഭാഗത്തുണ്ട്. എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ ഈ ട്രിവാലി റിസോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്നവർ കൂടിയുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. തീർച്ചയായും പ്രാഥമിക പരിഗണന വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തന്നെയാണ്. മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കണം. ഒപ്പം ട്രിവാലി റിസോർട്ട് അടക്കമുള്ള ചില റിസോർട്ടുകളിലും ആളുകൾ ഈ ശബ്ദം കേട്ട് ഓടി രാത്രിയിൽ തന്നെ എത്തി രക്ഷ പ്രാപിച്ചിട്ടുണ്ട്.